الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ ചെയ്യുകയും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും സ്വീകരിച്ച് അവരെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയുമെല്ലാം ചെയ്ത സ്വഹാബികളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. പരിശുദ്ധ ഖുർആൻ അവരുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത് കാണാം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. സ്വഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണത്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നതായ, ഈമാൻ കൊണ്ട് മുൻകടന്നതായ ആളുകൾ, അതേപോലെ അവരെ നല്ല രീതിയിൽ ഇഹ്സാനോടെ പിൻപറ്റിയ ആളുകളും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗാരാമങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്, അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അവരതിൽ ശാശ്വതരായിരിക്കും. ഖാലിദീന ഫീഹ അബദ ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും മഹത്തായ വലിയ വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും നന്മയുള്ളവർ, ഏറ്റവും നല്ലയാളുകൾ എൻ്റെ കൂടെ ജീവിച്ച സ്വഹാബികളാണ്, എൻ്റെ ഈ തലമുറയാണ്. അതിനുശേഷം പിന്നീട് അവരെ പിന്തുടർന്ന താബിഉകൾ, അതിനുശേഷം പിന്നീട് അവരുടെ അനുയായികളായ താബിഈങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസുബ്ബു സ്വഹാബി, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. ഫലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ
ഉഹുദ് മലയോളം വലുപ്പത്തിൽ സ്വർണം ദാനം ചെയ്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദഖ ചെയ്തു. മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ. എന്നാൽ അത് സ്വഹാബികൾ ചെയ്തിരിക്കുന്ന ഒരു മുദ്ദിനോളം പോലും വരികയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും വരികയില്ല. ഒരു മുദ്ദെന്ന് പറയുന്നത് 2 കരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എത്രയാണ് ഉണ്ടാവുക, അതാണ്. സ്വഹാബികൾ ഒരു മുദ്ദ് ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം വരെയും നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്താലും എത്തുകയില്ല, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത് വളരെയധികം വലിയൊരു ശ്രേഷ്ഠതയാണ്. അത്രയധികം ത്യാഗം ചെയ്തവരാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന്. ദീൻ നമ്മിലേക്ക് എത്തിച്ചു തന്നത് അവരാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം തുടർന്നു വരുന്ന തലമുറകളിലേക്ക് എത്തിച്ചു തന്നതിൽ സ്വഹാബികളുടെ പങ്ക് വളരെ വിപുലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രേഷ്ഠതയും വളരെ വിപുലമാണ്. അബൂ സർഅ അർ-റാസി റഹിമഹുല്ല പറഞ്ഞു, ഇദാ റഅയ്ത അർ-റജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ആരെങ്കിലും ചെറുതാക്കി കണ്ടാൽ, ഏതെങ്കിലും ഒരാൾ എന്നാ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിലെ ഏതെങ്കിലും ഒരാൾ വില കുറച്ച് കണ്ടാൽ, ഫഅലം അന്നഹു സിന്ദീഖ്, നീ അറിയണം അവൻ മതനിഷേധിയാണ്, ദീനിനെ തകർക്കാൻ വരുന്ന നിഷേധിയാണവൻ. കാരണം എന്താണ്? വദാലിക അന്ന റസൂല ഇൻദനാ ഹഖ്ഖുൻ, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹക്കായ റസൂലാണ് നമ്മുടെ അടുക്കൽ, യാഥാർത്ഥ്യമാണ് നബിയുടെ നുബുവത്ത്, റിസാലത്ത്. വൽ ഖുർആന ഹഖ്ഖുൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന പരിശുദ്ധ ഖുർആൻ അതും സത്യസന്ധമാണ്, ഹക്കായതാണ്. വഇന്നമാ അദ്ദാ ഇലൈനാ ഹാദൽ ഖുർആന വസ്സുനന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നമ്മിലേക്ക് എത്തിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. അതുകൊണ്ട് വഇന്നമാ യുരീദൂന അൻ യജ്റഹു ശുഹൂദനാ ലിയുബ്തിലുൽ കിതാബ വസ്സുന്നഹ. ആരെങ്കിലും സഹാബികൾ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള താല്പര്യം, അവരുടെ ഉദ്ദേശം നമുക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു തന്ന, നമുക്ക് സുന്നത്ത് നമ്മിലേക്ക് കൈമാറി തന്ന നമ്മുടെ സാക്ഷികളായ സ്വഹാബികളെ പരിക്കേൽപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ അവർ ചെയ്യുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും ബാത്തിലാക്കലാണ്. പരിശുദ്ധ ഖുർആൻ ബാത്തിലാണ്, സുന്നത്ത് ബാത്തിലാണ്, തിന്മയാണ് എന്ന് നേരിട്ട് പറഞ്ഞാൽ, നേർക്ക് നേരെ പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ആളുകൾ സ്വീകരിക്കുകയില്ല, പ്രയാസകരമാണ്. അതിൻ്റെ സത്യസന്ധത എല്ലാവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ അത് നമ്മിലേക്ക് എത്തിച്ചു തന്ന ആളുകളെ ആക്ഷേപിക്കുക, അവരെ ചെറുതാക്കുക, അവരുടെ മേൽ കുഫർ ആരോപിക്കുക, ഇതാണ് എളുപ്പമുള്ള വഴി. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹാബിയെ ആക്ഷേപിക്കുന്നുവെങ്കിൽ അവൻ സിന്ദീഖാണ്, മതനിഷേധിയാണ്, ദീൻ തകർക്കാൻ വരുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് ഇമാം അബൂ സുർഅത്ത് അർ-റാസി റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. സ്വഹാബി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ വിശ്വസിച്ചവനായ നിലയിൽ ഒരു പ്രാവശ്യമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടിയവനാണ്. അങ്ങനെ വിശ്വാസം ഉള്ളവനായ നിലയിൽ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള ഏതൊരാളും നബിയുടെ സ്വഹാബിയാണ്. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടി, നബിയെ കാണണമെന്ന് തന്നെയില്ല, വലിയ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദാ, ഹജ്ജിന്റെ വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1,00,000-ലധികം സഹാബികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നബിയെ എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ല, കണ്ടിട്ടില്ല എങ്കിലും ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടി. ഈമാനോടുകൂടെ തന്നെ അവർ മരണപ്പെട്ടു, എന്നാൽ അവർ സ്വഹാബിയാണ്. ഇങ്ങനെയുള്ള സ്വഹാബികളിൽ വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരാളാണ് അമീറുൽ മുഅ്മിനീൻ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അബൂ സുഫിയാനിന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു.
സ്വഹാബിയാണ്, സ്വഹാബിയുടെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അവരുടെ സഹോദരി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു ഹബീബ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാനെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ ഖാലുൽ മുഅ്മിനീൻ എന്ന് വിളിക്കലുണ്ട്. മുഅ്മിനീങ്ങളുടെ മാമനാണ്, അമ്മാവനാണ്. നബിയുടെ പത്നിമാർ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അപ്പോൾ മാതാക്കളുടെ സഹോദരനാരാണ്? അമ്മാവനാണ്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളുടെ ഖാലാണ്, അമ്മാവനാണ് എന്ന് അദ്ദേഹത്തിന് പേര് നൽകിയിട്ടുണ്ട്. സ്വഹാബികളിൽ വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞ ഒരു സ്വഹാബിയാണ് അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ധാരാളമുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് രേഖപ്പെടുത്തി വയ്ക്കാൻ ഏൽപ്പിച്ചത്. ഏറ്റവും വിശ്വസ്തനായതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. കാത്തിബുൽ വഹ്യാണ്, വഹ്യ് രേഖപ്പെടുത്തി വെക്കുന്ന ചുമതല മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുത്തു. അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം കടന്നു വന്ന ഖുലഫാഉർ റാഷിദീങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു ഖലീഫയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക സമൂഹത്തിനു വേണ്ടി വലിയ വിജയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടത്തിയിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അതേപ്രകാരം തന്നെ യമാമ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബി ഉമൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദി ബിഹി. അല്ലാഹുവേ, മുആവിയയെ നീ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന ഹാദിയാക്കണമേ. അദ്ദേഹത്തിന് നീ സന്മാർഗം ചൊരിഞ്ഞു കൊടുക്കണമേ. അദ്ദേഹം മുഖേന ആളുകളെ നീ ഹിദായത്തിലാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ അല്ലിം മുആവിയതൽ കിതാബ വൽ ഹിസാബ്. അല്ലാഹുവേ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നീ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, ഗണിതശാസ്ത്രം പഠിപ്പിക്കണം. വഖ്ഹിൽ അദാബ്, അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഉമ്മു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അവ്വലു ജയ്ഷിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ആദ്യ സൈന്യം. ആ സൈന്യത്തിന്റെ പ്രത്യേകത എന്താണ്? യഗ്സൂനൽ ബഹറ, അവർ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. സമുദ്രത്തിലൂടെ കപ്പൽ കയറി ജിഹാദിലേർപ്പെടുന്ന ഒന്നാമത്തെ സൈന്യം. ഖദ് ഔജബു, അവർ നിർബന്ധമാക്കി തീർത്തിട്ടുണ്ട്, അനിവാര്യമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് വേണ്ടതെല്ലാം അവർ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് മുഹല്ലബ് ബിൻ അബി സഫറ പറയുന്നത് കാണാം, വഫീ ഹാദൽ ഹദീസി മൻഖിബത്തുൻ ലിമുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത, സ്ഥാനം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലിഅന്നഹു അവ്വലു മൻ ഗസാ അൽ ബഹർ, ഇസ്ലാമിൽ ആദ്യമായി കടലിലൂടെ, സമുദ്രത്തിലൂടെ കപ്പൽ കയറി സഞ്ചരിച്ചുകൊണ്ട് ജിഹാദിലേർപ്പെട്ടത് ആദ്യത്തെ സൈന്യം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർ സ്വർഗം അനിവാര്യമാക്കിയവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മുസ്ലിമീങ്ങൾക്ക് വലിയ നന്മകൾ, സമൃദ്ധി ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. 20 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തി. അതിനു മുമ്പ് 20 വർഷം ഷാമിലെ ഗവർണറായി നിയമിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും. അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തോടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം മുതലുണ്ട് വലിയ പ്രതിസന്ധികൾ മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതിന് ഒരു ഒടുക്കമുണ്ടാവുകയും ഇസ്ലാമിക സമൂഹം വലിയ രീതിയിൽ കരുത്താർജിക്കുകയും സമൃദ്ധിയിലേക്ക് എത്തുകയും ചെയ്തത് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബിയാണ്, സ്വഹാബിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അവൻ മുബ്തദിആണ്, അവൻ ഹവയുടെ ആളാണ്. ദീനിനെ പൊളിക്കാൻ വന്ന, ഖുർആനിനെ തകർക്കാൻ വരുന്ന, സുന്നത്തിനെ തകർക്കാൻ വരുന്ന ആളുകളാണ്. ഇത് പറയാനുള്ള കാരണം ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി നമ്മുടെ മലയാളികളുടെ സോഷ്യൽ മീഡിയകളിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ വളരെ നിശിതമായ വിമർശനങ്ങൾ, കഠിനമായ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. എത്രത്തോളം എന്നാൽ നഅൂദുബില്ല കാഫിറാണെന്ന് വരെയും പച്ചക്ക് ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും റാഫിളുകളായ ഷീഇകളായ ഇറാനിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ അനുയായികളായ ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു നഅൂദുബില്ല കാഫിറാണെന്ന് വരെയും വളരെ വ്യാപകമായി ചില മുല്ലമാർ, ചില മീഡിയകളിൽ, മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് വിരമിച്ച ചില മുല്ലമാർ, അവരുടെ അനുയായികൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതൊരുവൻ, ഒരു സഹാബി, ഏത് സഹാബിയാകട്ടെ, അവരെ ആക്ഷേപിച്ചാൽ, അവരെ കളിയാക്കിയാൽ അവൻ ബിദ്അത്തിന്റെ ആളാണ്. അവരുടെ ലക്ഷ്യം ഖുർആൻ സത്യമല്ല എന്ന് സ്ഥാപിക്കലാണ്, ഹദീസ് സത്യമല്ല എന്ന് സ്ഥാപിക്കലാണ്. കാരണം ഖുർആനും ഹദീസും നമ്മിലേക്ക് എത്തിച്ചു തന്നവർ സ്വഹാബികളാണ്. പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനെ രേഖപ്പെടുത്തുന്ന അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികളെ ചീത്ത പറയുന്നത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. സലഫു സ്വാലിഹീങ്ങൾ, ഈ ഉമ്മത്തിലെ മുൻഗാമികളായ സലഫുകൾ, സ്വഹാബികളുടെ മേലെ ആരെയും അവർ സ്ഥാപിക്കുമായിരുന്നില്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബികൾ തന്നെയായിരുന്നു. ചില ആളുകൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു റഹിമഹുല്ലാ താബിഈങ്ങളിലെ വളരെ പ്രമുഖനാണ്. അമവിയ ഭരണകൂടത്തിലെ രാജാവായിരുന്നു, ഖലീഫയായിരുന്നു. നീതിയിൽ വലിയ അംഗീകരിക്കപ്പെട്ട പ്രശസ്തനായ ആളാണ്. ധാരാളം സേവനങ്ങൾ ചെയ്തയാളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയെ ചില സഹാബികളെക്കാൾ ശ്രേഷ്ഠനാക്കി ചില ആളുകളുടെ സംസാരങ്ങളുണ്ടായി. ഈ സമയത്ത് സലഫുകൾ അതിനെ എതിർക്കുകയുണ്ടായി. ഇമാം അൽ മുആഫ ഇബ്നു ഇമ്രാൻ റഹിമഹുല്ലയുടെ അടുക്കൽ ഒരാൾ പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് അഫ്ളലു മിനൽ മുആവിയ, മുആവിയയേക്കാൾ ശ്രേഷ്ഠനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞു. ഫഗദിബൽ മുആഫ, മുആഫ റഹിമഹുല്ലാ വളരെയധികം കോപിച്ചു.
എന്നിട്ട് പറഞ്ഞു ലാ യുഖാസു അഹദും ബി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോട് ആരെയും താരതമ്യം ചെയ്തുകൂടാ, തുലനം തന്നെ ചെയ്തുകൂടാ. അവർ അങ്ങനെ തുലനപ്പെടുത്തുന്നതിൽ നിന്ന് അതീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരാണ് സഹാബികൾ. ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു നോക്കി അതിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് അമ്പിയാക്കളെ തെരഞ്ഞെടുത്തു. പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ മനസ്സിന്റെ ഉടമകളെയാണ് നബിമാരുടെ സ്വഹാബികളായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തത്. അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് സുഹബത്ത്, നബിമാരുടെ സ്വഹാബികളാവുക എന്നുള്ളത്. അതുകൊണ്ട് അവരോട് തുലനം ചെയ്തുകൂടാ. എന്നിട്ട് പറഞ്ഞു മുആവിയത്തു സാഹിബു, മുആവിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. വഫഖ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. വകാതിബുഹു വഅമീനുഹു അലാ വഹയില്ലാഹി അസ്സ വജൽ, വിശ്വസ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്ന വഹയിനെ രേഖപ്പെടുത്തുന്നയാളാണ് എന്ന് അദ്ദേഹം പ്രതിവചിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ വളരെ പ്രമുഖനാണ് സലഫുകളിലെ. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അയ്യുഹുമാ അഫ്ളൽ, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ഔ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുആവിയത്ത് ബിൻ അബി സുഫിയാനാണോ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്? ചോദ്യം ശ്രദ്ധിക്കണം. രണ്ടാൾക്കും ശ്രേഷ്ഠതയുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. കാഫിറാണെന്നല്ല പറയണത്, നഊദു ബില്ലാഹ്. മുബ്തദിയാണെന്ന്, അക്രമിയാണെന്നല്ല പറയുന്നത്. ആരാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവൻ എന്നാണ് ചോദിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്ന ഗുബാറല്ലദീ ദഖല ഫീ അൻഫി മുആവിയ ഫിൽ ജിഹാദി ഫീ സബീലില്ലാഹ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ജിഹാദിൽ ഏർപ്പെട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിലൂടെ പ്രവേശിച്ചിരിക്കുന്ന പൊടിപടലങ്ങൾ അത് തന്നെ അഫ്ളലു മിൻ ഉമറ ബി അൽഫി മറ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പ്രതിവചിച്ചത്. എത്ര ഗുരുതരമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും ചില പൊളിറ്റിക്കൽ ചിന്താഗതികൾ മനസ്സിലേക്ക് കയറിയ, ദീൻ യഥാവിധം പഠിച്ചിട്ടില്ലാത്ത ചില കക്ഷി താല്പര്യങ്ങൾ മനസ്സിലേക്ക് കയറിയ ആളുകൾ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ കാണുന്നതെല്ലാം ഷെയർ ചെയ്യുന്നു, അതിലെല്ലാം കുത്തി എഴുതി വിടുകയാണ്. സ്വഹാബികളെ ചീത്ത പറയുക എന്നുള്ളത് വളരെ ഗുരുതരമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ അത് എത്തുന്നത് ആരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എഴുതി വെക്കാൻ ചുമതലപ്പെടുത്തിയത് വഞ്ചകനായ ഒരാളെയാണ് എന്ന് പറയേണ്ടി വരും, നഊദു ബില്ലാഹ്. അത് ഖുർആൻ തെറ്റാണെന്ന് പറയുന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണ്. ഷീഅകളുടെ, ജൂതലോബികളുടെ, ഖവാരിജിയാക്കളുടെ കുതന്ത്രമാണത്. ഖുർആൻ സത്യമല്ല എന്ന് തെളിയിക്കാൻ, ഹദീസ് സത്യമല്ല എന്ന് തെളിയിക്കാനുള്ള അവരുടെ കുതന്ത്രമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സത്യസന്ധനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ ആ ആക്ഷേപം ചെന്നെത്തുന്നത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. മാത്രമല്ല ഖലീഫമാരിൽ ഏറ്റവും പ്രമുഖരായ ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ, അവരിലേക്കും ഈ ആക്ഷേപം എത്തും. അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നീതിയും സത്യസന്ധതയും കണ്ടറിഞ്ഞിട്ടാണ് ഷാം ഒന്നടങ്കം ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്. മാത്രമല്ല ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എന്ത് വരും? ഈ ആക്ഷേപം ചെന്നെത്തും. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് ഭരണമൊഴിഞ്ഞു കൊടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ ബൈഅത്ത് ചെയ്യുന്നുണ്ട് മദീനയിൽ. പക്ഷേ അതിനിടയിൽ ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അവിടെയും ബൈഅത്ത് ചെയ്തു. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രശ്നങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുകയാണ്. അദ്ദേഹം തന്റെ ഖിലാഫത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഭരണം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു അതിന് അർഹനായിരുന്നില്ല എങ്കിൽ
ഒരിക്കലും ഹസൻ റളിയല്ലാഹു അൻഹു ചെയ്യുകയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ നേതാവാണ്. വലഅല്ലല്ലാഹു അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ രണ്ട് കക്ഷികളുടെ ഇടയിൽ, രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ ഈ മകൻ ഹസൻ രഞ്ജിപ്പുണ്ടാക്കിയേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ, മുസ്ലിമീങ്ങൾ എന്നാണ് പറയുന്നത്, അവരുടെ ഇടയിൽ ആര് രഞ്ജിപ്പുണ്ടാക്കും? ഹസൻ റളിയല്ലാഹു അൻഹുവിന് രഞ്ജിപ്പുണ്ടാക്കും. അപ്പൊ ഈ രഞ്ജിപ്പ് ഹസൻ റളിയല്ലാഹു അൻഹു നടത്തി തന്റെ ഭരണം ഒഴിഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഏൽപ്പിച്ചു. ഇത് തെറ്റായ നടപടിയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പ്രവചിച്ച കാര്യമാണ്, നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ, വഹയിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ഈ കുത്ത് ചെന്നെത്തുന്ന എവിടേക്കായിരിക്കും? ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കായിരിക്കും. അതുകൊണ്ട് സ്വഹാബികളെ ചീത്ത പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതിന് വളരെ വിപുലമായി ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഖവാരിജി ചിന്താഗതിക്കാരാണ്. രാഷ്ട്രീയം തലക്കു പിടിച്ചിരിക്കുന്ന ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ആയ ആളുകളുണ്ട്. അവരാണ് വളരെ വ്യാപകമായി ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് അതിൻ്റെ പിന്നിലൂടെ. അതേപോലെ തന്നെ ഷീഇകളാണ് വളരെ വ്യാപകമായി ഈ പണി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ഈ വിഷയം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരുടെ കാലശേഷം വരുന്ന മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ ദൗത്യമാണ്. നല്ലവരായ മുഅ്മിനീങ്ങളുടെ അവരുടെ മേലുള്ള കടമയാണ്. അവരോട് ഹഖദ് ഉണ്ടാകാൻ പാടില്ല, മനസ്സിൽ പകവയ്ക്കാൻ പാടില്ല. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിയുടെ സ്വഹാബികളിൽപ്പെട്ട പ്രമുഖർക്കെതിരെ മനസ്സിൽ പകവയ്ക്കുക, അവർ കാഫിറുകളാണെന്ന് പറയുക എത്ര ഗുരുതരമായ കാര്യമാണ്. എന്നിട്ട് ഇവർ പുകഴ്ത്തി വെക്കുന്ന ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നഊദു ബില്ലാഹ് വ്യഭിചരിച്ചു എന്ന് പറയുന്ന ആളുകളെയാണ് ഇവർ രക്തസാക്ഷികളായി പൊക്കിപ്പിടിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇൻകുലാബ് വിളിക്കുന്നത്. എത്ര ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.